നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെ സമഗ്രമായി പരിശോധിക്കുകയാണ്. വാർത്താ സന്ധ്യ ആദ്യ വാർത്തയിലേക്ക്. CPIM സ്ഥാനാർത്ഥിക്കായി തപാൽ വോട്ട് പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ കേസെടുക്കാൻ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. സൗത്ത് പോലീസ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടി. വെളിപ്പെടുത്തൽ തള്ളി CPIM ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ഇടപെടുമെന്ന് BJP വ്യക്തമാക്കി. വിവാദം തുടരുമ്പോഴും നവസഖാക്കളെ വിമർശിച്ച് ജി സുധാകരൻ രംഗത്ത് വരികയും ചെയ്തു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, വീണ്ടും ജി സുധാകരൻ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നടത്തിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു വെളിപ്പെടുത്തൽ, അതാണ് ഇപ്പോൾ വലിയ വിവാദവും കേസുമായിരിക്കുന്നത്. ഇതിപ്പോൾ പോലീസിന്റെ കൂടി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. അതിന് നിയമോപദേശം തേടിയെന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ 1989 നടന്ന ഒരു സംഭവത്തെ പറ്റിയുള്ള വെളിപ്പെടുത്തലായതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കുമ്പോൾ തെളിവ് ഏറ്റവും പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണത്തിലെ സാധ്യതകൾ തേടിക്കൊണ്ടാണ് നിയമോപദേശം ആലപ്പുഴ സൗത്ത് പോലീസ് തേടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള നിർദ്ദേശം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സൗത്ത് പോലീസിന് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു വശത്ത് കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇത് പാർട്ടിയെ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുകയാണ്, പ്രതിക്കൂട്ടിലാക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വെട്ടിലാകുന്നത് CPIM നേതൃത്വം തന്നെയാണ്. കാരണം CPIM നേതാക്കൾക്കൊപ്പമാണ് താൻ 89 നടന്ന 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് തിരുത്തി ആ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിക്കാൻ ആലപ്പുഴ ജില്ലാ നേതാക്കൾ തയ്യാറായിരുന്നില്ല. ഇത് മാധ്യമ വാർത്തകൾ മാത്രമാണ് ഇപ്പോൾ മുമ്പിലുള്ളത് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന NGO സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ചടങ്ങിലായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ വിധത്തിലുള്ള പ്രസംഗം ഉണ്ടായിരുന്നത്. അത് പാർട്ടി കൃത്യമായി പരിശോധിച്ചു. എന്താണ് ജി സുധാകരൻ ഇന്നലെ ആലപ്പുഴയിൽ നടന്ന NGO യൂണിയനിലെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നേറ്റ ചടങ്ങിൽ സംസാരിച്ചെന്ന് കൃത്യമായി പാർട്ടി പരിശോധിച്ചു. പാർട്ടി പരിശോധിച്ച ശേഷം ഇങ്ങനെ ഒരു പാരമ്പര്യം, ജി സുധാകരൻ പറയുന്നത് പോലെയുള്ള ഒരു പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ഈ വിധത്തിൽ തപാൽ വോട്ട്, പോസ്റ്റൽ വോട്ട് തിരുത്തി എങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കും? ഒപ്പം തന്നെ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന പരാമർശം കൂടിയാണ് പാർട്ടി നൽകുന്നത്. അതായത് ജി സുധാകരന്റെ സാധാരണ പ്രസംഗ ശൈലിയാണത്, അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ഒപ്പം തന്നെ നിയമ നടപടികൾ നടക്കട്ടെ, ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയാണല്ലോ, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കട്ടെ എന്നും ഉള്ള പ്രതികരണമാണ് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഉള്ള കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അടുത്ത ദിവസങ്ങൾ പുറത്തു വരും. അദ്ദേഹത്തിനെതിരെ എന്താണെങ്കിലും കേസ് എടുക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് BJP കൂടി ഈ കേസിന്റെ ഭാഗമാകും. ജി സുധാകരനെതിരെ ഉള്ള നിയമ നടപടികളിൽ ഇടപെടുമെന്ന് BJP കൂടി പറയുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസും CPIMും ഇതുവരെയും തപാൽ വോട്ടുകൾ മതി, EVM വോട്ടുകൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ന്യായ വിവരങ്ങൾ നടത്തിയതിന്റെ കാര്യം ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു. ഇപ്പോഴും തപാൽ വോട്ടുകൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം കോൺഗ്രസും CPIയും ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുന്നുണ്ട് എന്നുള്ള വലിയ ആരോപണമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജി സുധാകരന്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെതിരെ പരാതിയുമായി പൊതുജനങ്ങളടക്കമുള്ള ആളുകൾ എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന്റെ മൃദു സമീപനമാണ്. ജി സുധാകരന്റെ സത്യസന്ധമായ വെളിപ്പെടുത്തലിനെ അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം ഇനിയും ഇത്തരം വെളിപ്പെടുത്തലുകൾ തുറന്നു പറയട്ടെ എന്നുമാണ് കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ നേതാവായിട്ടുള്ള PCC ജനറൽ സെക്രട്ടറി A ഷുക്കൂറിന്റെ പ്രതികരണം ഉണ്ടായത്. പ്രജിൻ, വീണ്ടും ആലപ്പുഴയിൽ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ അത് CPIMനെ പ്രതിരോധത്തിലാക്കുന്നു. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എതിർ പാർട്ടികൾ നിലവിൽ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങളുമായി ചേർന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ അതൃപ്തി പരസ്യമാക്കി K സുധാകരൻ. തന്നെ മാറ്റിയതിന് പിന്നിൽ സ്വാർത്ഥ താല്പര്യമുള്ള ചില നേതാക്കളാണ്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് കേരളത്തിൽ സംഘടനാ പോരായ്മയുണ്ട് എന്ന് നിരന്തരം AICCയെ അറിയിച്ചെന്നും K സുധാകരൻ തുറന്നടിച്ചു. കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിച്ചാൽ വലിയ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നും K സുധാകരൻ 24-നോട് പറഞ്ഞു. K സുധാകരനെ കേട്ടും അനുനയിപ്പിച്ചുമാണ് നേതൃമാറ്റ തീരുമാനത്തിൽ എത്തിയതെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങളെ അപ്പാടെ തള്ളുന്നതാണ് ഈ തുറന്നു പറച്ചിൽ. തനിക്ക് നിരാശയുണ്ട്, അത് മറച്ചുവെക്കുന്നില്ലെന്ന് K സുധാകരൻ 24-നോട്. എനിക്ക് നിരാശയുണ്ട്, സ്വാഭാവികം. ഇതിനെ മറച്ചു വെക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ആളുകളെയൊന്നും കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ശത്രുക്കളെ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ചില നേതാക്കൾ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ നീക്കങ്ങൾ നടത്തി. കേരളത്തിൽ സംഘടനാപരമായി ഇല്ലാത്ത പ്രശ്നങ്ങൾ AICC നേതൃത്വത്തിന് മുന്നിൽ നിരന്തരമായി അവതരിപ്പിച്ചെന്നും K സുധാകരൻ തുറന്നടിച്ചു. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു നേതാവ് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ. സംസ്ഥാനത്ത് സജീവമായി നിൽക്കുകയാണ് തന്റെ ലക്ഷ്യം. വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ കേരളത്തിന്റെ ചുമതല തനിക്ക് ലഭിക്കുമെന്നാണ് സൂചനയെന്നും K സുധാകരൻ സൂചിപ്പിച്ചു. പാർട്ടി ഏൽപ്പിച്ചാൽ ഞാൻ
എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നിട്ടില്ല. ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് പാർട്ടി ലീഡേഴ്സ്. ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അതിനെ തട്ടിമാറ്റി പോകാനുള്ള നട്ടെല്ല് എനിക്കുണ്ട്. കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തനിക്ക് ഇടപെടാൻ സാധിക്കുമെന്നാണ് സുധാകരന്റെ പ്രതീക്ഷ. അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ച കെ സുധാകരന്റെ പ്രതികരണത്തിന് മറുപടി പറയേണ്ടെന്ന് നേതൃതലത്തിൽ ധാരണ. സുധാകരന്റെ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ഇല്ലെന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെയും നിലപാടിൽ ഇത് വ്യക്തവുമാണ്. കെ മുരളീധരൻ മാത്രമാണ് കെ സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിച്ചിരുന്ന കെ സുധാകരന് നേതൃമാറ്റത്തിൽ അതൃപ്തിയുണ്ടെന്ന് നേതൃത്വത്തിന് അറിവുള്ള കാര്യമാണ്. എന്നാൽ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന ഹൈക്കമാൻഡ് ആഹ്വാനമുള്ളതിനാൽ സുധാകരന് മറുപടി പറഞ്ഞ് പ്രശ്നം വഷളാക്കാൻ പുതിയ നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. വലിയ അതൃപ്തിയില്ല. ഞാൻ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. താനാണ് വരുന്നതെങ്കിൽ ഞാൻ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു പറഞ്ഞു എന്ന് പറഞ്ഞ നല്ല വാക്കുകൾ. ഞാൻ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണ്, പലർക്കും അത് അറിയില്ലെങ്കിൽ സണ്ണി ജോസഫ് എനിക്ക് സഹോദരനാണെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. കെ സുധാകരന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതി ജനിപ്പിക്കാൻ മുതിർന്ന നേതാക്കളും തയ്യാറല്ല. അത്തരം കാര്യങ്ങളിലൊന്നും പരസ്യമായി പ്രതികരിക്കാൻ ഞാനില്ല. ഇന്ന് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സമയമാണ്. എന്നാൽ കെ സുധാകരനെ മാറ്റുന്നതിനോട് യോജിപ്പില്ലാതിരുന്ന കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നു. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. കെ സുധാകരന്റെ പരസ്യ പ്രതികരണത്തിന് പാർട്ടിക്കുള്ളിൽ നിന്ന് സ്വീകാര്യത കിട്ടാൻ സാധ്യത കുറവാണ്. എന്നാൽ KPCC തലത്തിൽ നടക്കുന്ന അഴിച്ചുപണിയുടെ താളം തെറ്റിക്കാൻ ചില നേതാക്കൾ സുധാകരനെ മുൻനിർത്തി നടത്തുന്ന നീക്കമായാണ് പുതിയ സംഭവവികാസങ്ങളെ നേതൃത്വം നിരീക്ഷിക്കുന്നത്. 24 തിരുവനന്തപുരം. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. നെടുമ്പാശ്ശേരി നായത്തോടിൽ 2 CISF ഉദ്യോഗസ്ഥർ ചേർന്ന് യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തി. വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത്. തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ CISF SI വിനയ്കുമാർ, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 പേരെയും CISF സസ്പെൻഡ് ചെയ്തു. രാത്രി 11 മണിയോടെ കാലടി തോമ്പ്ര റോഡിലാണ് ഹോട്ടൽ ഷെഫായ ഐവിൻ ജിജോയും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. കാർ തട്ടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. ഇതിനിടയിലാണ് CISF ഉദ്യോഗസ്ഥർ ഐവിനെ കാറിടിപ്പിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ യുവാവ് CISF ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ബോണറ്റിൽ അകപ്പെട്ടു. വാഹനം നിർത്താതെ ഐവിനുമായി ഉദ്യോഗസ്ഥർ 1 കിലോമീറ്റർ സഞ്ചരിച്ചു. ഒടുവിൽ നായത്തോടുള്ള ഇടവഴിയിൽ ഐവിനെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ചു. നാട്ടുകാർ ഇടപെട്ടാണ് പ്രതികളിൽ ഒരാളെ പിടികൂടിയത്. വണ്ടിയിൽ കയറ്റുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല, ആളെ എടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടിയിട്ട് ഈ പാൻറ്റിൻ്റെ അവിടെ ബെൽറ്റുമേൻ ബനിയന്മേൻ പിടിച്ചുള്ളൂ. ശരീരത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ ഊരി പോരുന്ന അവസ്ഥയിലാണ്. ഈ ഭാഗം മൊത്തം അരഞ്ഞ മാതിരിയാണ് ഇരിക്കുന്നത്. നമുക്കത് കണ്ടാൽ സാധാരണ ഒരു മനുഷ്യനെ കണ്ടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വണ്ടി ആളെ റോട്ടിലിട്ട് വണ്ടിമേ ഒരച്ച മാതിരി തോന്നണത് ശരീരം കണ്ടു കഴിഞ്ഞാൽ. ഐവിനെ ആശുപത്രിയിലെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതികളുമായി തർക്കിക്കുന്ന വീഡിയോ ഐവിൻ സ്വന്തം മൊബൈലിൽ പകർത്തിയിരുന്നതായി റൂറൽ SP പറഞ്ഞു. നമുക്ക് അങ്ങനെ കുറച്ച് എവിഡൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഉണ്ടായിരുന്ന ഐ വിറ്റ്നസ് ഒക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ 2 ആൾക്കാർ സംശയ രീതിയിൽ ഉണ്ടായിരുന്നു. അവർ 2 പേരെയും നമ്മൾ നിരീക്ഷണത്തിലെടുത്തിട്ടുണ്ട്. നിലവിൽ അവരിപ്പോൾ നമ്മുടെ സർവൈലൻസിലാണ്. അപ്പോൾ അതല്ലാതെ ബാക്കി ഇപ്പോൾ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കൊടും ക്രൂരകൃത്യം നടത്തിയ CISF ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി ആരംഭിച്ചു. ഇരുവർക്കുമെതിരെ ആഭ്യന്തര അന്വേഷണം നടത്താനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാഹനം ഉരസിയതിന്റെ പേരിൽ ഒരു യുവാവിനെ കൊലപ്പെടുത്തുക, അതും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ. കൊടും ക്രൂരതയുടെ മറുപേരായി മാറിയിരിക്കുകയാണ് ഈ 2 CISF ഉദ്യോഗസ്ഥർ. കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ഏക മകനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുകയാണ് നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിന്റെ കുടുംബം. ജോലിക്കായി പോയ മകൻ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ മറുപടി കുടുംബത്തിന് കിട്ടിയിട്ടില്ല. ഐവിനും CISF ഉദ്യോഗസ്ഥരും തമ്മിൽ മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സുഹൃത്തുക്കളും പറയുന്നു. എൻ്റെ പപ്പ മിലിറ്ററിയാ, എൻ്റെ രാജ്യം സംരക്ഷിച്ചതാ. എന്നിട്ട് എൻ്റെ മകനെ കൊച്ചുമോന് അവർ കൊന്ന് ബോണറ്റ് കെട്ടിയിരുത്തിയില്ലേ. ഇന്നലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയതാണ് ഐവിൻ. ജോലിസ്ഥലത്തെത്തിയില്ലെന്ന് ആദ്യം അറിഞ്ഞു. അപകടം സംഭവിച്ചു എന്ന് പിന്നീട് പോലീസ് അറിയിച്ചു. ആശുപത്രിയിലെത്തിയപ്പോൾ കണ്ടത് ജീവനറ്റ മകന്റെ ശരീരം.
എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കുടുംബത്തിന് വ്യക്തത വന്നിട്ടില്ല. യാത്രമധ്യേയുണ്ടായ തർക്കത്തിന് കൊല്ലണമായിരുന്നോ എന്നാണ് കുടുംബം ചോദിക്കുന്നത്. കൊന്നിടണ്ടായിരുന്നു. അവർക്ക് എന്തോരു ദേഷ്യം ഉണ്ടായാലും അവർക്ക് ദേഷ്യം ഉണ്ടായാലും എൻ്റെ കൊച്ചിൻ്റെ കാലോ കയ്യോ തല്ലി ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. കൊല്ലണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരൊറ്റ മോനാണ് ഉള്ളത്. അവന് സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കാറ് വരെ കൊടുത്തു വിടുന്നത്. ഏക മകനാണ് ഐവിൻ. രാത്രി ജോലിയായതിനാൽ അപകടം ഒഴിവാക്കാനാണ് കാർ നൽകിയത്. ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വീട്ടിൽ ചിലപ്പോൾ ഇച്ചിരി ഒച്ചയെടുക്കുമോ ഞങ്ങളോട് ദേഷ്യപ്പെടുകയോ അത് 1 മിനിറ്റ് നേരത്തേക്കുള്ളൂ, അത് കഴിയുമ്പോൾ തീരും. അങ്ങനെയാണ്. അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യരോടും ഒരു രീതിയിലും ഒരു ഇതുമില്ല. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് കിച്ചണിലാണ് ഐവിൻ ജോലി ചെയ്യുന്നത്. CISF ഉദ്യോഗസ്ഥരുമായി മുൻപ് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് സുഹൃത്തുക്കൾ. അവരായിട്ടുള്ള ഇതില്ല. ഞങ്ങൾ വേറെ കമ്പനി ഇതായതുകൊണ്ട് അവരായിട്ടുള്ള ഇതില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകുന്ന ഇതില്ല. കാരണം അവരെ ഞങ്ങൾക്ക് പരിചയമില്ല. അവരായിട്ടുള്ള കോൺടാക്ട് ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങളെല്ലാവരും ഭയങ്കര ക്ലോസ് ആയിട്ടായിരുന്നു. ഒപ്പമുള്ളവരായിട്ട് നല്ല സുഹൃത്ത് സംസാരവും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായും ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഈ ഐവാൻ ഈ പ്രതികളായ ആളുകളുമായി ഏതെങ്കിലും തരത്തിൽ മുൻപ് ജോലിസ്ഥലത്തോ മറ്റോ വെച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഐവാൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഈ സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. ഇപ്പോൾ മലപ്പുറം കാളികാവിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് പോകുന്നവിടെ കടുവ ദൗത്യത്തിനായി കുങ്കിയാനയെ എത്തിച്ചിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധം കാളികാവിൽ നിന്ന് ജനങ്ങൾ ഉയർത്തിയതാണ്. ഈ കടുവയെ പിടികൂടണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അതിലിപ്പോൾ ഇടപെടലുണ്ടാകുന്നു. അവിടെ ഈ ദൗത്യത്തിനായി കുങ്കിയാനയെ എത്തിച്ചിരിക്കുകയാണ്. അതിനെ ഇറക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയുമാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അയച്ച കത്ത് നിരസിച്ച് ഇന്ത്യ. ഭീകരവാദം അവസാനിപ്പിക്കാതെ തീരുമാനം പുനഃപരിശോധിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെന്നും വെടിനിർത്തലിന് പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥതയില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലവിഭവ വകുപ്പ് മന്ത്രാലയമാണ് ഇന്ത്യക്ക് കത്തയച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ഏപ്രിൽ 23 ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര ക്യാബിനറ്റാണ് കരാർ മരവിപ്പിച്ചത്. എന്നാൽ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം. അതിർത്തി കടന്നുള്ള ഭീകരത വിശ്വസനീയമായ വിധം അവസാനിപ്പിക്കുന്നതുവരെ തീരുമാനം മാറ്റില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകര ക്യാമ്പുകളാണ് രാജ്യം തകർത്തത്. ഇതിൽ നിന്നും പാക് സൈന്യത്തിന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ ആ നല്ല ഓപ്ഷൻ സ്വീകരിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ തീരുമാനിച്ചത്. മെയ് 10 തിരിച്ചടിയിൽ പാകിസ്ഥാന് കാര്യമായ നാശനഷ്ടമുണ്ടായി. ഇതിന്റെ തെളിവുകളടക്കം പുറത്തുവന്നു. വെടിനിർത്തലിന് അമേരിക്കൻ മധ്യസ്ഥത ഇല്ലെന്നും പാകിസ്ഥാനുമായുള്ള ചർച്ച എന്നും ഉഭയകക്ഷിപരമായിരിക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്ന ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താൻ UN ആസ്ഥാനത്തേക്ക് ഇന്ത്യ പ്രത്യേക സംഘത്തെ അയച്ചു. ഉപരോധ കമ്മിറ്റിയെ കാണുന്ന സംഘം തീവ്രവാദ വിരുദ്ധ കമ്മിറ്റിയുടെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കും. 24 ഡൽഹി. കേന്ദ്ര നേതൃത്വം താക്കീത് ചെയ്തുവെന്ന വാർത്ത തള്ളി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ MP. വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത്. താൻ പാർട്ടി വക്താവല്ല, സർക്കാരിന് വേണ്ടിയുമല്ല സംസാരിച്ചത്. പാർട്ടി ആവശ്യപ്പെട്ടാൽ വ്യക്തത വരുത്തുമെന്നും ശശി തരൂർ പറഞ്ഞു. ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്നെക്കുറിച്ചോ എന്നോടോ ഒരു സാധനം ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ വഴിക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു എഴുത്തുമില്ല, ഒരു വാർത്തയുമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? എവിഡൻസ് വേണ്ടേ? വല്ല എഴുത്തുണ്ടോ? എന്നോട് എൻ്റെ അറിവിൽ എൻ്റെ സാന്നിധ്യത്തിലുണ്ടായിട്ടില്ല. പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പാർട്ടിയുടെ വക്താവല്ല. ഇതുവരെ ആ സ്ഥാനമില്ലാത്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോഴേ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത്, ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വിദേശകാര്യത്തെക്കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോട് വന്ന് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ. ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയുമല്ല സംസാരിച്ചു, നമ്മുടെ സർക്കാരിന് വേണ്ടിയിട്ടുമല്ല സംസാരിച്ച്. ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചതിന് എൻ്റെ അഭിപ്രായം പറഞ്ഞു. ജമ്മു കശ്മീരിൽ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി സുരക്ഷാസേന. ത്രാലിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സുരക്ഷാസേന വധിച്ചു. പഹൽഗാം ഭീകരർക്ക് സഹായം നൽകിയ പ്രാദേശിക ഭീകരൻ ആസിഫ് ഷെയ്ഖ് അടക്കം 3 പേരെയാണ് സുരക്ഷാസേന വധിച്ചത്. തെക്കൻ കശ്മീരിലെ ത്രാലിലെ നദേർ ഗ്രാമത്തിൽ
വനമേഖലയോട് ചേർന്നുള്ള വീട്ടിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന പ്രദേശം വളഞ്ഞത്. പുലർച്ചെ 4 മണിയോടെ ആരംഭിച്ച ഏറ്റുമുട്ടൽ 8 മണിക്കൂർ നീണ്ടു. ഡ്രോൺ ഉപയോഗിച്ച് ഭീകരരെ കണ്ടെത്തിയ ശേഷമാണ് സുരക്ഷാ സേന വധിച്ചത്. 12 മണിയോടെ ഏറ്റുമുട്ടൽ പൂർത്തിയായതായും പ്രദേശത്ത് തെരച്ചിൽ തുടരുമെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു. Some body of terrorists which are neutralized is sighted. Their identity and affiliation is still to be ascertained because we are in the mode of sanitizing the area and further concluding that operation. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ സഹായിച്ച ആസിഫ് ഷെയ്ഖ്, യാവർ അഹമ്മദ് ഭട്ട്, അമീർ നാസർ വാണി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ജെയ്ഷെ മുഹമ്മദിനായി ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ചുമതലയായിരുന്നു ആസിഫ് ഷെയ്ഖിനെന്ന് സുരക്ഷാ സേന കണ്ടെത്തി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇയാളുടെ ത്രാലിലെ വീട് സുരക്ഷാ സേന തകർത്തിരുന്നു. ചൊവ്വാഴ്ച ഷോപ്പിയാനിലെ കെല്ലറിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം പുറത്തിറക്കിയ 14 പ്രാദേശിക ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് 6 ഭീകരരും. 48 മണിക്കൂറിനകം 6 ഭീകരവാദികളെ വധിക്കാൻ കഴിഞ്ഞത് സുരക്ഷാ സേനയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. താഴ്വരയിൽ നിന്നും പ്രാദേശിക ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള നടപടികൾ തുടരുമെന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. ത്രാലിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ കൊച്ചിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ ചേർന്ന് ഒരു യുവാവിനെ വാഹനം ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ പ്രതിഷേധവുമായി CISF ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നത്. വലിയ പ്രതിഷേധ മാർച്ച് അവിടെ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകും. വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഉയർത്തുകയാണ്. അതിക്രൂരമായി മർദ്ദിച്ചും പിന്നീട് വാഹനത്തിന്റെ ബോണറ്റിൽ അടക്കം ഇടിച്ച് കയറ്റിയുമൊക്കെയാണ് എന്ന ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുന്ന കാര്യങ്ങൾ തെളിഞ്ഞിരുന്നു. ഇപ്പോൾ ആ വിഷയത്തിൽ CISF ആ ഉദ്യോഗസ്ഥരെ, ഒരു SIയും മറ്റൊന്ന് കോൺസ്റ്റബിളും, ആ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ഇനി പൊതുജനം കഴുതിയിലെ സാർന്ന പരിപാടിയുമായി TK റീജിത്ത് ചേരും.